നമസ്കാരം. ഇന്നലെ GST ദിനാചരണത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് പറ്റിയ ഒരു സംഭവമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത്. ഹാളിന് പുറത്തേക്കിറങ്ങിയ മോഹൻലാലിനോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നതിനിടയിൽ അതിലൊരാളുടെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ കൊള്ളുകയായിരുന്നു. പോലീസ് ഉണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരുടെ തിക്കിലും തിരക്കിലും പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് മോഹൻലാൽ വാഹനത്തിനടുത്തേക്ക് നടക്കുന്നത്. ചോദ്യത്തിന് പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിട്ടും മാധ്യമപ്രവർത്തകൻ മൈക്കും കൊണ്ട് ഇടയ്ക്ക് കയറിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ വേദനിച്ച ലാൽ എന്താ മോനെ ഇതൊക്കെ കണ്ണിലേക്കാണോ എന്ന് മാത്രം പ്രതികരിച്ച് കണ്ണും തടവി വണ്ടിയിലേക്ക് കയറി. തമാശ രൂപത്തിൽ അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. മറ്റേതെങ്കിലും നടനായിരുന്നെങ്കിൽ ഇപ്പോൾ സീൻ വേറെ ആയിരുന്നേനെ എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത്. മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് മൈക്ക് വെച്ച് കണ്ണിൽ കുത്തിയിട്ടും ഇത്ര ക്ഷമയോടെ പ്രതികരിച്ചതെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതിനിടെ ഫേസ്ബുക്കിലെ എഴുത്തുകളിലൂടെ ശ്രദ്ധേയനായ സന്ദീപ് ദാസ് മോഹൻലാലിനെ കുറിച്ച് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. തന്റെ കണ്ണിൽ മൈക്ക് കൊണ്ടുകുത്തിയ മാധ്യമപ്രവർത്തകനോട് ദേഷ്യപ്പെടാതിരുന്ന മോഹൻലാലിനെ കണ്ടപ്പോൾ ഞാൻ ഏയ് ഓട്ടോ എന്ന സിനിമയെക്കുറിച്ച് ഓർത്തുപോയി. ലാൽ അവതരിപ്പിച്ച സുധി എന്ന കഥാപാത്രത്തെ വിളമ്പി വെച്ച ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന രംഗം ആ സിനിമയിലുണ്ട്. അതിനു പിന്നാലെ വേദന കടിച്ചമർത്തി ശാന്തനായി നടന്നു നീങ്ങുന്ന സുധിയെ മറക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? സുധിയുടെ സ്വഭാവം തന്നെയാണ് മോഹൻലാലിനും ഉള്ളത്. കണ്ണിൽ കുത്തി വേദനിപ്പിച്ച റിപ്പോർട്ടറോട് എന്താ മോനെ ഇത് എന്നാണ് ലാൽ ചോദിച്ചത്. ക്ഷമയുടെ ആൾ രൂപമായി ലാൽ മാറിയ കാഴ്ച. മുഖ്യധാര മാധ്യമങ്ങൾ ഈ സംഭവം മൂടിവെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യം എല്ലാവരും അറിഞ്ഞത്. കേരളത്തിലെ ജേർണലിസ്റ്റുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? ഒരു സെലിബ്രിറ്റിയോട് മര്യാദയില്ലാതെ പെരുമാറുന്ന നിങ്ങൾക്ക് സാധാരണക്കാരുടെ ശബ്ദമാകാനും അവരോട് നീതി കാട്ടാനും സാധിക്കുമോ? മാധ്യമങ്ങളുടെ വേട്ട ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ. ലാലിനെ കുറിച്ചുള്ള ഗോസിപ്പ് എഴുത്ത് ഉപജീവന മാർഗമായി സ്വീകരിച്ച ആളുകളെ കണ്ടിട്ടില്ലേ? ലാലിനെ തെറി വിളിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന യൂട്യൂബർമാരെയും വ്ലോഗർമാരെയും നമുക്ക് പരിചയമുണ്ട്. മോഹൻലാലിന്റെ ഫോട്ടോ ലൈംഗിക പീഡന വാർത്തയോടൊപ്പം അനാവശ്യമായി പ്രസിദ്ധീകരിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ലാൽ അതും ഗൗനിച്ചില്ല. തുടരുമെന്ന സിനിമയുടെ സംവിധായകനായ തരുൺ മൂർത്തി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു, സോഷ്യൽ മീഡിയയിലെ വിദ്വേഷം വമിക്കുന്ന പോസ്റ്റുകളെയും ട്രോളുകളെയും എല്ലാം മോഹൻലാൽ കൈകാര്യം ചെയ്യുന്ന രീതി ശ്രദ്ധേയമാണെന്ന്. ഞാൻ ഇവരുടെ എല്ലാം എന്ത് തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരു നിമിഷം ചിന്തിക്കും, അവഗണിക്കും. ഭൂമിയോളം ക്ഷമിക്കണമെന്നൊരു പ്രയോഗം മലയാള ഭാഷയിലുണ്ട്. മോഹൻലാലിനോളം ക്ഷമിക്കണമെന്ന പുതിയ പ്രയോഗം കൂടി നമ്മുടെ പദാവലിയിലേക്ക് ചേർക്കാമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്.